റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യം തന്നെ റിവിറ്റ് MEP എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. റിവിറ്റ് MEP എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ, അതായത് ഓട്ടോഡെസ്ക് റിവിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനുള്ളിൽ നമുക്ക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പ്ലംബിംഗ് ഇങ്ങനെ 3 ട്രേഡുകൾ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓട്ടോഡെസ്ക് റിവിറ്റ് എന്ന് പറയുന്നത്. റിവിറ്റിന്റെ പല വെർഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് 2014 വേണമെങ്കിൽ ചെയ്യാം. അത് കുറച്ച് പഴയ വെർഷനാണ്. നമുക്ക് കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ 2020 ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വെർഷൻസും നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. മിനിമം 2020 വെർഷനെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് റിവിറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. റിവിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇത് 2020 വെർഷനാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പം 2 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് മോഡൽസും ഒന്ന് ഫാമിലീസും. അതിന് മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഓപ്പണും ന്യൂവും എന്നും പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഓപ്പൺ എന്ന് പറയുന്നത് നമുക്ക് മുന്നേ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഈ റിവിറ്റിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റുകളാണ്. ഓക്കെ, ഈ പ്രൊജക്റ്റിൽ എൻ്റെ ഡ്രൈവിനകത്ത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് വേണമെങ്കിൽ നമ്മുടെ റിവിറ്റിൻ്റെ പ്രൊജക്ട്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓപ്പൺ കൊടുത്തിട്ട് നമ്മുടെ ഡ്രൈവിലേക്ക് പോയിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ പ്രൊജക്റ്റ് കോപ്പി ചെയ്തിട്ടേക്കുന്നത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ ന്യൂ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഓപ്പൺ എന്താണ്? നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമ്മളെ റിവിറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ന്യൂ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ന്യൂ എടുത്ത് നോക്കാം. ന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ പുതിയൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഈ ബോക്സിനകത്ത് ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് പ്രൊജക്റ്റാണ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ കൊടുത്തിട്ടുണ്ട്, സ്ട്രക്ചറൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേതാണെന്ന് റിവിറ്റ് ചോദിക്കുന്നു. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. നമ്മളിപ്പം മെക്കാനിക്കലാണ് കൊടുക്കുന്നതെങ്കിലും മെക്കാനിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂളുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമെല്ലാം ആ ഒരു പ്രൊജക്റ്റിനകത്ത് എനേബിൾ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് വേണ്ടെന്നാണ് ഡിഫോൾട്ടാണ്. നമുക്കിപ്പം പുതുതായിട്ടൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നമുക്കൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ബോർഡ് വയ്ക്കണം. അവിടെ എന്താണ് വേണ്ടത്? അവിടെ ഒരു വോൾ വേണം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, ഒരു ബിൽഡിംഗ് വേണം. അപ്പോൾ ആ ബിൽഡിംഗ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം സ്ട്രക്ചറൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ എടുത്താണ് വരയ്ക്കുന്നതെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്നത്. നമുക്ക് വേണ്ടതാണ് മൊത്തത്തിൽ വേണം. ഇലക്ട്രിക്കലായാലും മെക്കാനിക്കലായാലും സ്ട്രക്ചറായാലും ബാക്കി ഏതായാലും നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് എല്ലാം ഡിഫോൾട്ടായിട്ട് എല്ലാ ടൂളുകളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല, ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ഇവിടെ നോക്കാനായിട്ട് ഇല്ല. അപ്പോൾ ചില കേസുകളിൽ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ടാകില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡിഫോൾട്ട് ടെംപ്ലേറ്റ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്രൗസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യണം. ബ്രൗസ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇതുപോലെ വരും. എനിക്കിപ്പോൾ ഇതിനകത്തൊന്നും അല്ല എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ റിവിറ്റ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാളായി കിടക്കുന്നതെന്നാണ്. അതായത് ഡെസ്ക് ടോപ്പിനുള്ളിൽ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് PCക്കുള്ളിൽ വിൻഡോസ് സി ഡ്രൈവിനുള്ളിൽ പ്രോഗ്രാം ഡാറ്റ, അതിനകത്ത് ഓട്ടോഡെസ്ക്, അതിനകത്ത് RVT 2020 വെർഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2020 ഇവിടെ വന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടെംപ്ലേറ്റ്സ്, പിന്നെ ജനറിക്. ഈ ഒരു രീതിയിലാണ് ഇപ്പം സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഓപ്പണായി കിടക്കും. നമുക്ക് നോക്കാം. 1 by 1 ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഡെസ്ക് ടോപ്പിൽ പോയി. ഡെസ്ക് ടോപ്പിൽ ഏതാണ് വേണ്ടത്? ദിസ് PCക്കുള്ളിൽ C ഡ്രൈവാണ്. അപ്പോൾ വിൻഡോസ് സിക്കകത്ത് പ്രോഗ്രാം ഡാറ്റയ്ക്കുള്ളിൽ ഓട്ടോഡെസ്കിനുള്ളിൽ RVT 2020. ഇവിടെ 2014 കിടപ്പുണ്ട്. ഇത് 2014 വെർഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫയൽ ഇവിടെ കിടക്കുന്നതാണ്. ഓക്കെ, ഇവിടെ RVT 2020, അതായത് ഞാൻ 2020 വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, RVT 2020 സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ടെംപ്ലേറ്റ്സുകൾ. ഓക്കെ, അതായത് എനിക്കിവിടെ കൊണ്ടുവരേണ്ട ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത ശേഷം ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. ഇന്ത്യ അല്ലെങ്കിൽ US എന്ന് കാണും. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഡിഫോൾട്ട് മെട്രിക് സെലക്ട് ചെയ്യണം. ഡിഫോൾട്ട് മെട്രിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ട് മെട്രിക്സ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാനിവിടെ ഡിഫോൾട്ട് മെട്രിക് ഓപ്പൺ ചെയ്യുകയാണ്. ഡിഫോൾട്ട് മെട്രിക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മൾ നേരെ പോകുന്നത് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് പേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഡ്രോയിങ് എല്ലാം വരയ്ക്കുന്നൊരു പേജ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ടൂളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പല ഓപ്ഷൻസും ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിനുള്ളിൽ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ
ഇതെല്ലാം കസ്റ്റമൈസ് നമ്മൾക്ക് വേണ്ടുന്ന രീതിക്ക് നമുക്ക് നമ്മുടെ പേജിനെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ആർക്കിടെക്ചറൽ, അതുപോലെ തന്നെ സ്ട്രക്ചറൽ, സിസ്റ്റം, ഇൻസെർട്ട്, ടാബ്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ടൂളുകൾ പരിചയപ്പെടാം. അങ്ങനെ ഓരോ വീഡിയോയിലും നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാം.